ഹായ്, നമസ്കാരം. ഫോക്കസ് മീഡിയയുടെ പുതിയൊരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇന്ന് ഞാനൊരു പുതിയ ഒരു കാറ്റഗറി അല്ലെങ്കിൽ കണ്ടന്റാണ്. എന്താ വെച്ചാൽ വീട് ഒരു പാർപ്പിടം, വീടില്ലാത്തവർക്കും വീടുള്ളവർക്കും അത് പുതുക്കി പണിയാനും ഒക്കെ നിരവധി കോൺട്രാക്ടർമാരുണ്ട് അല്ലെ. ഈ കോൺട്രാക്ട് പല രീതിയിലാണുള്ളത്. അപ്പൊ നമ്മുടെ സ്വപ്നമാണ് ഒരു സ്വപ്ന വീട് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു സജഷൻ വീഡിയോ ആണ്. അപ്പം ശ്രദ്ധിക്കേണ്ട ചില ആൾക്കാർക്ക്, അറിയാത്തവർക്ക് ചിലപ്പോൾ ഇത് ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവര് ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വാട്സാപ്പിലും ഗ്രൂപ്പുകളൊക്കെ ഇരുന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. കാര്യം അവർക്ക് ഉപകാരപ്പെടില്ല. അപ്പൊ നമുക്ക് വീട് പണി എങ്ങനെ ചെയ്ത് ഗൃഹപ്രവേശനം നടത്താൻ പറ്റും അല്ലെ. ഒരു വീട് പണി എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പല രീതിയിലുള്ള കോൺട്രാക്ടർമാരുണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് വീട് പണി പൂർത്തീകരിക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഫുൾ ഫിനിഷ് കോൺട്രാക്ട് വർക്കുണ്ട്. അതായത് കരാർ കൊടുത്തിട്ട് മെറ്റീരിയൽ വിത്ത് ലേബർ വർക്കാണ് ഈ ഫുൾ ഫിനിഷ് കോൺട്രാക്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞത് ലേബർ ഫിനിഷ് കോൺട്രാക്ട് വർക്ക്. ഇത് മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ച് ജോലിക്ക് ആളിനെ നമ്മൾ വെച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു രീതിയാണ് ലേബർ ഫിനിഷ്. മൂന്നാമതെന്ന് പറഞ്ഞാല് ഡെയിലി വേജസ് ഫിനിഷ് കോൺട്രാക്ട് വർക്ക്. അതായത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത നമ്മുടെ മെറ്റീരിയൽ, നമ്മുടെ സ്കെച്ച്, നമ്മുടെ പ്ലാന്, ഇതെല്ലാം നമ്മൾ തന്നെ കൈകാര്യം ചെയ്തിട്ട് ഡെയിലി ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുന്ന രീതിയാണ് ഡെയിലി വേജസ് ഫിനിഷ് കോൺട്രാക്ട്. സൂപ്പർവൈസർ നമ്മൾ വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് കോൺട്രാക്ട് വർക്കാണ് നിലവിലുള്ളത്. ഫുൾ ഫിനിഷ് കോൺട്രാക്ട് വർക്ക്, ലേബർ ഫിനിഷ് കോൺട്രാക്ട് വർക്ക്, ഡെയിലി വേജസ് കോൺട്രാക്ട് വർക്ക്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പൊ വീടിന് ആവശ്യമായ ഇപ്പൊ ഫുൾ ഫിനിഷ് കോൺട്രാക്ട് വർക്ക് നടക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഫുൾ ഫിനിഷ് കോൺട്രാക്ട് വർക്ക് കരാർ എഴുതി മെറ്റീരിയൽ ബ്രാൻഡിങ് നമ്മൾ കറക്റ്റ് ചെയ്യുക. ടൈൽസ് സൂപ്പർവൈസർ വർക്കിനെ നിരീക്ഷിക്കാൻ ഒരു സൂപ്പർവൈസറെ നമ്മൾ വെക്കുക. മെറ്റീരിയൽ മിക്സിംഗ് ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം പരിശോധിക്കാൻ വീട്ടുമുറ്റത്ത് നമ്മൾ തന്നെ എല്ലാം ഇറക്കി വെച്ചിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അധികാര പരിധിയിൽ വരുന്നതാണ് ഇതെല്ലാം നമ്മുടെ അധികാരം. വീടിന്റെ സ്ട്രക്ചർ വർക്കുകൾ, വീടിന്റെ ഇലക്ട്രിക് വർക്കുകൾ, പ്ലംബിംഗ് വർക്കുകൾ, പെയിന്റിംഗ് വർക്കുകൾ, വീടിന്റെ ടൈൽസ് വർക്കുകൾ, ജനൽ പാളി തുടങ്ങിയ വർക്കുകൾ, ഇതെല്ലാം പൂർത്തീകരിച്ച് താക്കോൽ നമ്മൾ വാങ്ങിച്ച് ഗൃഹപ്രവേശനം നടത്തുന്നതാണ് ഈ ഫുൾ ഫിനിഷ് കോൺട്രാക്ട് വർക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് മെറ്റീരിയൽ തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന കരാറായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായിരിക്കും നല്ലത്. കാര്യം സ്ക്വയർ ഫീറ്റിന് ഏകദേശം 1950 രൂപ, 2100 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, നമ്മൾ തന്നെ എടുക്കുകയാണെങ്കിൽ തടി ഏതാണെന്ന് നമുക്കറിയാൻ പറ്റും. സിമെന്റ് ബ്രാൻഡിങ് ആണോ നോക്കും. സ്റ്റീൽ, അതായത് ഇരുമ്പ്, അതിനകത്ത് ഉപയോഗിക്കുന്ന വാർക്കപ്പണിക്ക് ഉപയോഗിക്കുന്ന ഇരുമ്പുകളൊക്കെ ബ്രാൻഡിങ് ഉണ്ട്. അത് നമുക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. പെയിന്റിങ്ങിന്റെ ഏതൊക്കെ പെയിന്റാണ് നമുക്കറിയാൻ പറ്റും. ജനൽപാളികളുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ, അത് സ്റ്റീലിന്റെ ഉണ്ട്. ഇപ്പൊ കട്ടളയൊക്കെ സ്റ്റീലുണ്ട്, ഇപ്പൊ തടിയുമുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കിന്റെ സാധനങ്ങൾ, ഇതെല്ലാം ബ്രാൻഡിങ് ആയിട്ട് നമുക്ക് തന്നെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ ഡെയിലി വേജസ് ആയിട്ട് ഒരു സൂപ്പർവൈസറെ, ഒരു എഞ്ചിനീയറെ പ്ലാൻ നമ്മൾ വരപ്പിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. വിശ്വസ്തരായ കോൺട്രാക്ടർമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ഫിനിഷിങ്ങും നല്ല വർക്കായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിന്റെ മെറ്റീരിയൽ എല്ലാം ബ്രാൻഡിങ് ആയിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എഗ്രിമെന്റ് എഴുതുമ്പോൾ ഇത്ര ലക്ഷം രൂപ, ഇത്ര സ്ക്വയർ ഫീറ്റ്, അത് ഈ പറയപ്പെടുന്ന, ഞാൻ കുറെ കാറ്റഗറി പറഞ്ഞല്ലോ, വീടിന്റെ ടൈൽസിന്റെയും പെയിന്റിങ്ങിന്റെ വർക്ക്, പ്ലംബിംഗ് വർക്ക്, അങ്ങനെ എല്ലാ വർക്കിന്റെയും മെറ്റീരിയൽ ബ്രാൻഡിങ് ആണെന്നുള്ള ക്ലോസിങ് നമ്മൾ എഗ്രിമെന്റിൽ എഴുതണം. എന്നിട്ട് നമ്മൾ എത്ര ലക്ഷം രൂപ ആകും എന്ന് ചെയ്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ 2 ഘട്ടമോ 3 ഘട്ടമായിട്ട് നമുക്ക് ഈ പൈസ കൊടുത്ത് പൂർത്തീകരിക്കാൻ പറ്റും. ആ ഡേറ്റ് മെൻഷൻ ചെയ്യുന്ന, ഇത്ര ദിവസത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് തരാം എന്ന് നമ്മളൊരു പത്രം, ഒരു 200 രൂപയുടെ പത്രം വാങ്ങിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് എഗ്രിമെന്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. 2 സാക്ഷികളെയും നമ്മൾ വെക്കുക.
അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കോൺട്രാക്ടറുടെ ID പ്രൂഫും ആധാറും റവന്യൂ സ്റ്റാമ്പ് വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു പേപ്പറിനകത്ത് എഗ്രിമെന്റ് എഴുതി നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ക്യാഷ് ബാങ്ക് ത്രൂ കൊടുക്കുക, കയ്യിൽ കൊടുക്കാതെ നിങ്ങൾ ഇത് കൈകാര്യം ചെയ്താൽ ഒരു വളരെ സേഫ്റ്റി ആയിരിക്കും. കാര്യം നമുക്ക് പരസ്പര വിശ്വാസമാണ് ഏവരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? അപ്പം നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്ന എഗ്രിമെന്റ് ആണെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്ത് എഴുതുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.